ഹായ് ഓൾ, എവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാർട്ടിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ പറ്റിയാണ്. ആദ്യമായി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത നിയമ ഉപദേശകൻ. ആ പോയിന്റ് ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് നോക്കിയേ. എന്താ പറയുന്നത്? അറ്റോർണി ജനറൽ എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരമോന്നത നിയമ ഉപദേശകൻ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ നിയമ ഉപദേശകന്റെ പേരാണ് അറ്റോർണി ജനറൽ. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, തെറ്റിക്കുകയെ ചെയ്യരുത്. നോക്കിക്കേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ. ഓക്കെ, ക്ലിയർ ആണ്. ഏറ്റവും ഉന്നതനായ നിയമ ഉപദേശകൻ അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോളുക. ഇനി അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ, വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 76. തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിക്ക്. അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അനുച്ഛേദം 76. ഓക്കെ, ഇത് എഴുതി പഠിക്കണം, വൃത്തിയായിട്ട് പഠിക്കുക. 76 അറ്റോർണി ജനറലിനെ സംബന്ധിച്ച ഭരണഘടനയിലെ അനുച്ഛേദം. ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. വ്യക്തമാണ്. ഇനി ആരുടെ ശുപാർശ പ്രകാരമാ? മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിൽ അറ്റോർണി ജനറലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതനായ ലീഗൽ അഡ്വൈസർ ആണ്, നിയമ ഉപദേശകനാണ്. മാത്രവുമല്ല ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഭരണഘടനയിലെ അനുച്ഛേദം 76 ഓക്കെ, ക്ലിയർ ആണ്. നിയമിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ആരാണ്? രാഷ്ട്രപതിയാണ്. ക്ലിയർ ആണ്. മുന്നോട്ട് വരിക, ശ്രദ്ധിച്ചേ. ഇനി അറ്റോർണി ജനറൽ ആവാനുള്ള യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരാൾക്ക് ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആവണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാവണം, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ എന്ന് പറയാം അല്ലെ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ ഉപദേശകനാവാനുള്ള യോഗ്യത. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താ? സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യത. നമ്മൾ പറയുന്നത് അറ്റോർണി ജനറൽ എന്ന ഭരണഘടനാ സ്ഥാപനം ആർട്ടിക്കിൾ 76 അപ്പൊ കൃത്യമായിട്ട് പഠിക്ക്. യോഗ്യതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സുപ്രീം കോടതി എന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി 76 പ്രകാരം അറ്റോർണി ജനറൽ ആവുന്നതിനുള്ള യോഗ്യത പറയുന്നു. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആവുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വാ. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, അത് ഏറ്റവും മസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ പൗരനായ സുപ്രീം കോടതി ജഡ്ജി ആവാൻ യോഗ്യതയുള്ള വ്യക്തിക്ക് ആരാവാം? അറ്റോർണി ജനറൽ ആവാം. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി ഒരാൾ സുപ്രീം കോടതി ജഡ്ജി അല്ല, മറിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതി, നമുക്കറിയാം സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അപ്പൊ നോക്കിയേ, ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ എത്ര വർഷമാ? 5 വർഷം ജഡ്ജിയായുള്ള പ്രവർത്തന പരിചയം. 3 പോയിന്റ് പഠിച്ചോ. അറ്റോർണി ജനറൽ ആവുന്നതിനുള്ള യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം, സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതുമല്ല എങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ എത്ര വർഷം? 5 വർഷം
പ്രവൃത്തി പരിചയം ഉണ്ടാവണം. അടുത്ത പോയിന്റിലേക്ക് വാ, ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യ്, തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, നോക്കിയേ, ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം ഒരു വക്കീലായി പ്രവൃത്തി പരിചയം ഉണ്ടാവണം. രണ്ട് കാര്യം പറഞ്ഞേ. ആദ്യം പറഞ്ഞത് ഇന്ത്യൻ പൗരനായിരിക്കണം, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആയിരിക്കണം. ഇതല്ല എങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായി പ്രവർത്തന പരിചയം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഹൈക്കോടതിയിൽ 10 വർഷക്കാലം വക്കീലായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 4 പോയിന്റ് കൃത്യമായിട്ട് പഠിക്ക്, ഡൗട്ട് വരാൻ പാടില്ല. ഇനി അവസാനമായിട്ട് എന്താ പറയുന്നത്? അല്ല എങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ, രാഷ്ട്രപതിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞനായിരിക്കണം. ഓക്കെ, പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. കാര്യം ശ്രദ്ധിച്ചേ, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അറ്റോർണി ജനറലിനെ സംബന്ധിച്ച ആർട്ടിക്കിൾ എത്രയാന്ന് ഓർമ്മയുണ്ടോ? അറ്റോർണി ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണോ? ആണ്. 76 ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ നിയമ ഉപദേശകൻ അറ്റോർണി ജനറൽ ആണ്. ക്ലിയർ ആണ്? ഇനി ശ്രദ്ധിച്ചേടാ, അറ്റോർണി ജനറൽ ആവുന്നതിനുള്ള യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം. ശരിയാണ്. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആവാനുള്ള യോഗ്യത, ഇനി അതില്ല എങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് 5 വർഷം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു വക്കീലായി 10 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇതുമല്ല എങ്കിൽ രാഷ്ട്രപതിയുടെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ ഈ മനുഷ്യൻ ഒരു പ്രഗത്ഭനായ നിയമജ്ഞനായിരിക്കണം, എമിനന്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആയിരിക്കണം എന്നുകൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആണ്? വ്യക്തമാണ്? തെറ്റിക്കരുത്, മുന്നോട്ട് പോവാം. ശ്രദ്ധിച്ചേ, അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോ അറ്റോർണി ജനറലിന്റെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. നോട്ട് ദ പോയിന്റ്. അറ്റോർണി ജനറലിന്റെ കാലാവധി എന്ത് ചെയ്യുന്നില്ല? ടെന്വർ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. ക്ലിയർ ആണേ? ഇനി അറ്റോർണി ജനറലിനെ പുറത്താക്കുന്ന നടപടിക്രമത്തെ കുറിച്ചും എന്ത് ചെയ്യുന്നില്ല? ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ പറ്റി പറയുമ്പോൾ ആർട്ടിക്കിൾ 76 അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലാവധിയോ അദ്ദേഹത്തെ പുറത്താക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെയോ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തില്ല? മെൻഷൻ ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. പ്രസിഡന്റിന്റെ അനുവാദ പ്രകാരം നമുക്കറിയാം, നിയമിച്ചത് പ്രസിഡന്റ് ആണ്. നിയമനം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റ് ആണ് നടത്തിയത്. സ്വാഭാവികമായും രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അനുവാദ പ്രകാരം അദ്ദേഹത്തിന് പ്രസ്തുത സ്ഥാനത്ത് തുടരാവുന്നതാണ്. ഓക്കെ, നമ്മൾ പറയുമല്ലേ, പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറയാം. പ്രസിഡന്റിന്റെ ഒരു തൃപ്തിയുള്ള കാലം, അനുവാദമുള്ള കാലം അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ തുടരാൻ സാധിക്കുന്നതാണ്. ഇനി ഏത് സമയത്തും പ്രസിഡന്റിന് അറ്റോർണി ജനറലിനെ പുറത്താക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു കോൺട്രവേഴ്സി ആലോചിച്ച് നോക്ക്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല കാലാവധി, പുറത്താക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. പക്ഷേ പ്രസിഡന്റിന്റെ ഒരു പ്ലഷർ ഉള്ളതുപോലെ, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് പോലെ ഇദ്ദേഹത്തിന് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് തുടരാം. ഇനി അതുമല്ല എങ്കിൽ പെട്ടെന്ന് പുറത്താക്കാനും സാധിക്കും. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി നോക്കാം, അറ്റോർണി ജനറൽ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് നോക്കിയടാ. അത് ആർക്ക് തന്നെയാ? നിയമിച്ചത് പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറൽ, AG, അറ്റോർണി ജനറൽ ആരാണ്? അദ്ദേഹം രാജിക്കത്ത്, റെസിഗ്നേഷൻ കൊടുക്കുന്നതും രാഷ്ട്രപതിക്ക് തന്നെയാ, പ്രസിഡന്റിന് തന്നെയാ. സംശയമേ വേണ്ട, ക്ലിയർ കട്ടായിട്ട് പഠിച്ചോ. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വാ. അറ്റോർണി ജനറലിന്റെ ശമ്പളം ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. അപ്പൊ കാലാവധി പ്രതിപാദിക്കുന്നില്ല, പുറത്താക്കുന്നതിനുള്ള നടപടികൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്നില്ല. കാലാകാലങ്ങളിൽ
പ്രസിഡന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ്. നിയമിച്ചത് പ്രസിഡന്റ്, രാജിക്കത്ത് സ്വീകരിച്ചത് പ്രസിഡന്റ്, ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ്. തെറ്റിക്കേ ചെയ്യരുത്. അറ്റോർണി ജനറലിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 76 ആണ് ഇന്ത്യൻ ഭരണഘടനയില്. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ വക്കീല് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമ ഉപദേശകൻ എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ അറ്റോർണി ജനറൽ. ക്ലിയർ ആണേ. യോഗ്യത നമ്മൾ പഠിച്ചു. ഇന്ത്യൻ പൗരനായിരിക്കണം, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആവാനുള്ള യോഗ്യത വേണം, ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായിട്ടോ 5 വർഷം ജഡ്ജിയായോ പ്രവർത്തിച്ച പരിചയം. ഇതുമല്ല എങ്കിൽ രാഷ്ട്രപതിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എമിനന്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നിയമജ്ഞനായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണ്. അതങ്ങോട്ട് മാറ്റി വെച്ചേ, കൃത്യമായിട്ട് പഠിക്കുക. ഇനി കാലാവധി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, പുറത്താക്കാനുള്ള നടപടിയെ പറ്റി പറയുന്നില്ല, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറയുന്നില്ല. അത് നമ്മൾ പറഞ്ഞു. പ്രസിഡന്റിന്റെ ഇൻട്രസ്റ്റ് ഉള്ള അത്രയും കാലം ഇദ്ദേഹത്തിനെ തുടരാം. ഇനി പെട്ടെന്ന് പുറത്താക്കാനും പ്രസിഡന്റിന് അർഹത അല്ലെങ്കിൽ അധികാരം ഉണ്ട്. മാത്രവുമല്ല രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും പ്രസിഡന്റിന് തന്നെയാണ്. മറ്റ് ശമ്പളം ആനുകൂല്യങ്ങളുടെ തീരുമാനവും രാഷ്ട്രപതിയുടെ കൈകളിലാണ്. ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യ്. അറ്റോർണി ജനറൽ എന്നുള്ള ഭാഗം ഇവിടുന്ന് പഠിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. ഒരു മാർക്ക് ഇവിടുന്ന് നഷ്ടപ്പെടുത്തരുത്. ശ്രദ്ധിച്ചോളുക. നോക്കിയേ, ഇനി ഉത്തരവാദിത്തങ്ങളും കടമകളിലേക്കും വന്നാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ റോള്? ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അറ്റോർണി ജനറൽ എന്ന ഭാഗത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഉപദേശം നൽകുക. എടാ ക്ലിയർ കട്ടാണ്, കൃത്യമായിട്ട് പഠിക്കുക. ഒന്നാമത്തെ പോയിന്റ്, എടാ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുക? കേന്ദ്ര സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നു. ആര്? അറ്റോർണി ജനറൽ. ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റ്, രാഷ്ട്രപതി ഏൽപ്പിക്കുന്ന നിയമ സ്വഭാവമുള്ള മറ്റു ചുമതലകൾ നിർവഹിക്കുക. ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകളും നിർവഹിക്കേണ്ടതാണ്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പ്രസിഡന്റിന്റെ അഡ്വൈസ് അനുസരിച്ച്, നിർദ്ദേശം അനുസരിച്ച് ഗവൺമെന്റിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നത് അറ്റോർണി ജനറൽ. ഏത്? കേന്ദ്ര സർക്കാരിന്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതോ നിയമപരമായിട്ടുള്ളതോ ആയ മറ്റ് ഡ്യൂട്ടികളും മറ്റ് ഫങ്ഷൻസും അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇനി മുന്നോട്ട് പോകാം. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേടാ. പറയുന്നത് പ്രസിഡന്റ് അറ്റോർണി ജനറലിന് നൽകിയിട്ടുള്ള ചുമതലകളെ പറ്റിയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. പ്രസിഡന്റ് അറ്റോർണി ജനറലിന് നൽകിയിട്ടുള്ള ചുമതലകൾ ചെയ്യേണ്ടതാണ്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ശ്രദ്ധിച്ചേ, ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളിലും സർക്കാരിന് വേണ്ടി ഹാജരാവുന്നു. എടാ കൃത്യമായിട്ട് പഠിക്ക്. വളരെ എളുപ്പമുള്ള ഒരു ഫാക്റ്റ് ആണ് പറഞ്ഞത്. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളിലും സർക്കാരിന് വേണ്ടി ഹാജരാവുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വാ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 അറിയാമോ? 143 എന്താണ്? നമുക്കറിയാം, രാഷ്ട്രപതി സുപ്രീം കോടതിയോട് നിയമോപദേശം തേടുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഓക്കെ, അപ്പോ രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏത് പരാമർശത്തിലും ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാ? അപ്പോ കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യ ഗവൺമെന്റിനെ രാഷ്ട്രപതി സുപ്രീം കോടതിയുമായി നടത്തുന്ന പരാമർശത്തിലും ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വാ. ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹൈക്കോടതിയിൽ ഹാജരാവുക. എടാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡൗട്ട് തോന്നാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ വക്കീലാണ് അറ്റോർണി ജനറൽ. അവര് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തെ റെപ്രസെന്റ് ചെയ്യുന്നു.
പ്രസിഡന്റ് ആ സുപ്രീം കോടതിയുമായിട്ടൊരു പരാമർശം വരുമ്പോൾ അവിടെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇനി മനസ്സിൽ ആലോചിച്ച് നോക്കിയടാ, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങോട്ടേക്കും പോകാം. ഹൈക്കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയിലും ആര് പോകാറുണ്ട്? അറ്റോർണി ജനറൽ. തെറ്റിക്കരുത്, ശ്രദ്ധിച്ചേ. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹൈക്കോടതിയിൽ ഹാജരാവുക. ഇരുസഭകളിലും, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്, ഇരുസഭകളിലും പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. എടാ, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്, തെറ്റിക്കരുത്. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നു. കാണാതെ പഠിക്കേണ്ട ഏറ്റവും ബേസ് കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആവശ്യം വന്നാൽ സംസ്ഥാന ഹൈക്കോടതികളിലും ആര് പോകുന്നു? അറ്റോർണി ജനറൽ പോകുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകൾ അഥവാ ലോക്സഭ, രാജ്യസഭകളിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു? പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും ആർക്ക് അധികാരമുണ്ട്? അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. എടാ, ക്രൂഷ്യൽ പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിന് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അറ്റോർണി ജനറലിന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും പങ്കെടുക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അഭിപ്രായം രേഖപ്പെടുത്താം. പ്രസ്താവന ശരിയാണ്. കൃത്യമായിട്ട് പഠിക്ക്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അറ്റോർണി ജനറൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 76 ആണ്. കേന്ദ്ര സർക്കാരിന്റെ നിയമ ഉപദേശകനാണ് അറ്റോർണി ജനറൽ. ശ്രദ്ധിച്ചേ. സഭകളെ സംബന്ധിച്ച മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഒരു ആർട്ടിക്കിളൂടെ നമ്മൾ പഠിക്കുക, ഒരു ആർട്ടിക്കിളൂടെ പറയുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതി രാഷ്ട്രപതി നിയമോപദേശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓർമ്മയുണ്ടോ? 143 143 ആണ്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ പറ്റി പരാമർശിക്കുന്നു. ഇനി ഇപ്പൊ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചേ. എന്താ പറയുന്നത്? മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും സഭയിലുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 88. എടാ, 88 ആണ്. നോക്കിയേ, ആ പോയിന്റ് ശ്രദ്ധിക്ക്. സഭകളെ സംബന്ധിച്ച, അതായത് ലോക്സഭ, രാജ്യസഭ, ഈ പ്രധാനപ്പെട്ട സഭകളെ സംബന്ധിച്ച മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 88 ആണ്. തെറ്റിക്കേ ചെയ്യരുത്, ശ്രദ്ധിച്ചേ. ഇനി പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ, എടാ, അധികാരങ്ങളും പ്രിവിലേജസും പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 105. തെറ്റിക്കേ ചെയ്യരുത്. നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകളാണ്. മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും സഭയിലെ അവകാശങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 88 ആണ്. ഓക്കെ, ഇനി പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് പരാമർശിക്കുന്നത് 105 എന്ന ആർട്ടിക്കിളിലുമാണ്. ശ്രദ്ധിച്ചേടാ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? എടാ, സംയുക്ത സമ്മേളനം നമുക്കറിയാം. ഇന്ത്യയുടെ പാർലമെന്റ് എന്നാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നിവ ചേരുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. നോർമലി ലോക്സഭ വേറെയാണ് സമ്മേളിക്കുന്നത്, രാജ്യസഭ സെപ്പറേറ്റ് ആണ് സമ്മേളിക്കുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ, ചില അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സഭകൾ ഒന്നിച്ചിരിക്കാറുണ്ട്, ജോയിന്റ് സിറ്റിംഗ് നടത്താറുണ്ട്. സംയുക്ത സമ്മേളനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംയുക്ത സമ്മേളനം എന്ന ആശയം എവിടുന്നാ കടമെടുത്തത്? ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന ആരിൽ നിന്നാ നമ്മൾ പകർത്തിയത്? ഓസ്ട്രേലിയ. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓസ്ട്രേലിയയാണ്. ഇനി ശ്രദ്ധിച്ചേടാ, ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഓർമ്മയുണ്ടോ? ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ഓർമ്മയുണ്ടോ?
ആർട്ടിക്കിൾ 108 ആർട്ടിക്കിൾ 108. ഓക്കെ, നമ്മൾ 108 എന്ന് പറയുന്ന ആംബുലൻസ് വിളിക്കുന്ന എപ്പോഴാ? അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ, ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴല്ലേ. അപ്പൊ അതുപോലെ ഇന്ത്യയുടെ പാർലമെന്റ് സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്ന സാഹചര്യം ആർട്ടിക്കിൾ 108 ആണ് ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തത്. ഇനി അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് സംയുക്ത സമ്മേളനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തി, എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. അതായത് ജോയിന്റ് സിറ്റിംഗ് നടക്കുകയാണ്, സംയുക്ത സമ്മേളനം നടക്കുകയാണ്, ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളും അതിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ഇത് നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അങ്ങനെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗം അല്ലാത്ത അല്ലെങ്കിൽ MP അല്ലാത്ത, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലാത്ത ഒരേ ഒരു അംഗം ആരാണെന്ന് എക്സാമിന് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതുക, അറ്റോർണി ജനറൽ അല്ലെങ്കിൽ AG ആണ്. ആർട്ടിക്കിൾ 76 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ക്ലിയർ ആണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പ്രസ്താവന ശരി. പ്രസിഡന്റിന് ഒരു സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ശരിയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ആവശ്യം വന്നാൽ ഹൈക്കോടതികളിലും ഇദ്ദേഹം ചെല്ലാറുണ്ട്. അവസാനമായി പറഞ്ഞു, സഭകളിൽ ലോക്സഭയിലും രാജ്യസഭയിലും പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള അവകാശം അറ്റോർണി ജനറലിനുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു, സംയുക്ത സമ്മേളനത്തിൽ പോലും, ജോയിന്റ് സിറ്റിംഗിൽ പോലും അദ്ദേഹത്തിന് പാർട്ടിസിപ്പേഷനും ഉണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശവുമുണ്ട്. ഇനി അദ്ദേഹത്തിന് സഭകളിൽ മന്ത്രിമാരുടെയും അറ്റോർണി ജനറലിന്റെയും അവകാശങ്ങളെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ 88 ആയിരുന്നു. ഇനി പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് പറയുന്നത് 105-ലുമാണ്. ക്ലിയർ ആണേ? വ്യക്തമായിട്ട് ഇവിടുന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ശ്രദ്ധിച്ചോളുക. അടുത്ത പോയിന്റ്, അറ്റോർണി ജനറലിന് പാർലമെന്റിൽ വോട്ടവകാശമില്ല. ശ്രദ്ധിച്ചേ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം, ജോയിന്റ് സിറ്റിംഗിൽ പങ്കെടുക്കാം, അഭിപ്രായം രേഖപ്പെടുത്താം. പക്ഷേ എന്തില്ല? വോട്ടവകാശമില്ല. ഇതായിരിക്കും എക്സാമിന് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അറ്റോർണി ജനറലിന് വോട്ടവകാശമില്ല പാർലമെന്റിൽ. പ്രസ്താവന ശരി. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, AG അറ്റോർണി ജനറലിന് പാർലമെന്റിൽ വോട്ടവകാശം ഇല്ല. ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ, അറ്റോർണി ജനറൽ എന്ന പദവിയിൽ തുടർന്നുകൊണ്ട് ഗവൺമെന്റിനെതിരായി നിയമോപദേശം നൽകാൻ അറ്റോർണി ജനറലിന് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു, അറ്റോർണി ജനറൽ എന്ന വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉപദേശകനാണ്, ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്ന വക്കീലാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഗവൺമെന്റിനെതിരായിട്ട്, ഗവൺമെന്റിന്റെ നയങ്ങൾക്കും ഗവൺമെന്റിനുമെതിരായിട്ട് ഒരു നിയമ ഉപദേശം നൽകാനുള്ള അവകാശമില്ല. അതിന് അദ്ദേഹത്തിന് സാധിക്കില്ല. പ്രസ്താവന ശരിയാണ്. ഇനി ഒരു പാർലമെന്റ് അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നു. എന്താ പറയുന്നത്? കൃത്യമായിട്ട് ശ്രദ്ധിച്ചേടാ. വോട്ടവകാശം പാർലമെന്റിൽ ഇല്ല, പക്ഷേ പങ്കെടുക്കാം, അഭിപ്രായം രേഖപ്പെടുത്താം, പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്ക്. ഒരു പാർലമെന്റ് അംഗത്തിന്, ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഇളവുകളും ആർക്ക് ലഭിക്കുന്നു? ക്ലിയർ ആയിട്ട് പഠിക്ക്, അറ്റോർണി ജനറൽ. ഇനി സംശയം വേണ്ട. എല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ, ഒന്ന് റിവൈസ് ചെയ്തേ, മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അറ്റോർണി ജനറൽ ആണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 പരാമർശിക്കുന്നു. മാത്രവുമല്ല, ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വേണ്ടി വന്നാൽ ഹൈക്കോടതികളിലും റെപ്രസെന്റ് ചെയ്യുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റിൽ വോട്ടവകാശം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. മാത്രവുമല്ല,
ഒരു പാർലമെന്റ് അംഗത്തിന് ലഭിക്കുന്ന, ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ഇളവുകളും അദ്ദേഹത്തിന് ലഭ്യമാണ്. പ്രസ്താവന ശരി, ശരി, ക്ലിയർ ആണ്, തെറ്റിക്കരുത്, മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടന്റ്. പരിമിതികൾ എന്തൊക്കെയാന്ന് നോക്കാം. സ്വാഭാവികമായും അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. മറുവശം പറയുമ്പോൾ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളെ പറ്റി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ കുറ്റാരോപിതമായ വ്യക്തികൾ അദ്ദേഹം സംരക്ഷിക്കാൻ പാടില്ല. എടാ, ആ പോയിന്റ് ശ്രദ്ധിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിയമോപദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ, ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു കുറ്റ ആരോപിതന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേടാ. അറ്റോർണി ജനറൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കൂടാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനെ, ഒരു അക്യൂസ്ഡിനെ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷനിൽ കുറ്റാരോപിതനായ വ്യക്തികൾക്ക് സംരക്ഷണം നൽകാൻ പാടില്ല, അനുമതി കൂടാതെ. ഇനി ശ്രദ്ധിക്കുക, ഗവൺമെന്റ് അനുമതിയില്ലാതെ അദ്ദേഹം ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഡയറക്ടറായി നിയമനം സ്വീകരിക്കാൻ പാടില്ല. അപ്പോ ഇന്ത്യയിലെ അറ്റോർണി ജനറലിനെ പറ്റി പറയുമ്പോൾ ക്ലിയർ കട്ട് പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശകനല്ലേടാ, കേന്ദ്ര സർക്കാരിന്റെ വക്കീലല്ലേ. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യാൻ പറ്റില്ല? കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റാ പറഞ്ഞത്, ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി നേരിടുന്ന ഒരാളെ സംരക്ഷിക്കുന്നത് തെറ്റാണ്, സംരക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നു, അദ്ദേഹം ഓൾറെഡി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുമല്ലേ. അനുച്ഛേദം 76 പ്രകാരം അദ്ദേഹം അറ്റോർണി ജനറൽ അല്ലേടാ. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ ഒരു കോർപ്പറേഷന്റെയോ ഡയറക്ടറായിട്ട് നിയമനം സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ടല്ലോ, അപ്പൊ അറ്റ് എ ടൈം വേറൊരു പരിപാടിക്ക് പോകാൻ പാടില്ല. ക്ലിയർ കാര്യമാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വാ. അറ്റോർണി ജനറൽ എന്ന പദവി ഒരു ഗവൺമെന്റ് സർവന്റ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എടാ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലാണെന്ന് പറഞ്ഞു, പക്ഷേ അതൊരിക്കലും ഒരു ഗവൺമെന്റ് സർവന്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുത്തുന്നില്ല. തെറ്റിപ്പോരുത്, ആ പോയിന്റ് ശ്രദ്ധിച്ചു പഠിക്ക്. എന്താ പറഞ്ഞത്? അറ്റോർണി ജനറൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വക്കീലായിട്ടുള്ള, ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമോപദേശകനായിട്ടുള്ള ആർട്ടിക്കിൾ 76 പറയുന്ന അറ്റോർണി ജനറലിനെ ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല. തെറ്റിക്കല്ലേ, ശ്രദ്ധിച്ചേ. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വാ. അറ്റോർണി ജനറൽ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് മറ്റു പ്രൈവറ്റ് കേസുകൾ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ആ പോയിന്റും മറ്റേ പോയിന്റും കൂടെ തെറ്റിപ്പോകരുത്. എടാ, അറ്റോർണി ജനറൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രൈവറ്റ് കേസുകളില്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന, വ്യക്തിപരമായി കിട്ടുന്ന പ്രൈവറ്റ് കേസുകളിലെ സ്വകാര്യ കേസുകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? എടുക്കാൻ കഴിയും. അപ്പൊ ഈ പോയിന്റും തമ്മിൽ ഒരു മിക്സ് വരരുത്. ആദ്യം പറഞ്ഞത് ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രൊസീജിയർ നേരിടുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ പാടില്ല. ആര്? കേന്ദ്രത്തിന്റെ അനുമതി കൂടാതെ സംരക്ഷിക്കാൻ പാടില്ല. ഇനി അവസാനം പറയുന്നു, അദ്ദേഹത്തിന് ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? പ്രൈവറ്റ് കേസുകൾ എടുക്കാം. അദ്ദേഹം പബ്ലിക് സെർവന്റ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ക്ലിയർ ആണ്. ഇനി ഒരു കമ്പനിയുടെയോ കോർപ്പറേഷന്റെയോ ഡയറക്ടറായിട്ട് ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സ്ഥാനം വഹിക്കാനും കഴിയില്ല. ക്ലിയർ ആണ്, തെറ്റിക്കരുത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്, ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ, ഇനി നോക്കിയടാ, നമ്മൾ വളരെ GK ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. എടാ, ബേസിക് ചോദ്യമാണ്, PQ ചോദ്യം കൂടിയാണ്, തെറ്റിക്കരുത്. മനസ്സിലുറപ്പിച്ച് പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലിന്റെ പേര് ചോദിച്ചാൽ MC സെതിൽവാദ്. തെറ്റിക്കല്ലേ? ഓക്കെ, MC സെതിൽവാദ് എന്നാണ്. MC സെതിൽവാദ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആണ് MC സെതിൽവാദ്. ശ്രദ്ധിച്ചേടാ. ഇനി 1950 മുതൽ 63 വരെ വലിയൊരു കാലഘട്ടത്തിൽ ഇരുന്ന മനുഷ്യനാണ്
ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആരാണ് നിയമ ഉപദേശകൻ, ഏറ്റവും ഉയർന്ന നിയമോപദേശകനായ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആണ് MC സെതിൽവാദ്. 50 മുതൽ 63 വരെ കാലഘട്ടത്തിൽ വളരെ ദീർഘമായ ഒരു ലോങ് ടേമിലേക്ക് അദ്ദേഹം ഈ ഒരു സേവനം അനുഷ്ഠിച്ചു. മാത്രവുമല്ല ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി, ഇമ്പോർട്ടന്റ് ചോദ്യം, പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യ മലയാളി KK വേണുഗോപാൽ. KK വേണുഗോപാൽ ശ്രദ്ധിക്ക്. KK വേണുഗോപാൽ 2017 കാലഘട്ടമാണ്, ഒരുപാടൊന്നും ആയിട്ടില്ല. ഏതാണ്ട് റീസെന്റ് ടൈംസിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോ MC സെതിൽവാദിന്റെ ചോദ്യം പറ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതിൽവാദ് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നു, 50, 63 വരെ. ഇനി ആദ്യ മലയാളിയായ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. KK വേണുഗോപാൽ 2017 കാലഘട്ടമാണ്, ശ്രദ്ധിച്ചേ. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുന്നു. രണ്ട് തവണ അറ്റോർണി ജനറൽ ആയ വ്യക്തിയാണ് സോളി സൊറാബ്ജി. സോളി സൊറാബ്ജി, ആ പേരൊന്ന് ഓർത്ത് വെച്ചേടാ. 2 തവണ അറ്റോർണി ജനറൽ ആയ വ്യക്തിയാണ് സോളി സൊറാബ്ജി എന്ന വ്യക്തി. ഇനി 3 പോയിന്റുകൾ ക്ലിയർ ആണോ? മലയാളി KK വേണുഗോപാൽ 2017. ആദ്യത്തെ ആള്, ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആള് 50 മുതൽ 63 വരെ MC സെതിൽവാദ്. മൂന്നാമത്തെ ആളിലേക്ക് വന്നു, 2 തവണ വന്ന ആളാണ് സോളി സൊറാബ്ജി എന്ന വ്യക്തി. അടുത്ത പോയിന്റിലേക്ക് വാ, ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന നിലവിലത്തെ അല്ലെങ്കിൽ കറണ്ട് അഫയർ ഫാക്ട് അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ അടുത്ത റീസെന്റ് ടൈംസിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കൂടിയാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ പഠിക്കുക. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലിന്റെ പേരാണ്, കൃത്യമായിട്ട് പഠിക്കുക, R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണിയാണ്, ശ്രദ്ധിച്ചേടാ. അപ്പൊ നിലവില് ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ പേരാണ് R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണിയാണ്, ശ്രദ്ധിച്ചേ. 2022 സെപ്റ്റംബറിൽ ഈ പദവി ഏറ്റെടുത്തു. അപ്പൊ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. 2022 സെപ്റ്റംബറിലാണ് ഇദ്ദേഹം ഈ ഒരു പൊസിഷൻ ഏറ്റെടുക്കുന്നത്. നിലവിലത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിക്കും എക്സാമിന്. കൃത്യമായിട്ട് ഉത്തരം എഴുതുക. R വെങ്കിട്ടരമണിയാണ്. ക്ലിയർ ആണോ? തെറ്റിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. അപ്പോ ആദ്യത്തെ വ്യക്തി, ആദ്യത്തെ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആളെന്ന് ചോദിച്ചാൽ MC സെതിൽവാദ് എന്ന് ഉത്തരം എഴുതുക. KK വേണുഗോപാലിന്റെ ചോദ്യം പറ. 2017 KK വേണുഗോപാൽ വരുന്നത്. ആദ്യ മലയാളിയായ അറ്റോർണി ജനറൽ ആണ്. ഇനി സോളി സൊറാബ്ജി 2 തവണ ആ ഒരു പൊസിഷനിലേക്ക് എത്തി. മാത്രവുമല്ല അറ്റ് പ്രസന്റ് നിലവിൽ കറണ്ട് അഫയർ പുതിയ അപ്പോയിന്റ്മെന്റ് ആരാണ്? R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണിയാണ് നിലവിലെ AG. 2022 സെപ്റ്റംബറിലാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയത്. മാത്രവുമല്ല അടുത്ത പോയിന്റിലേക്ക് വാ. ഇനി നമ്മൾ പറയുന്നത് സോളിസിറ്റർ ജനറലിനെ പറ്റിയാ. അറ്റോർണി ജനറൽ എന്ന ഫാക്ട് പഠിച്ച പോലെ തന്നെ എടുത്തു പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോളിസിറ്റർ ജനറൽ. ഈ ഒരു പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വാഭാവികമായും വാർത്തകളിലൊക്കെ ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കും. അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പോയിന്റ് കൂടി ശ്രദ്ധിച്ചോ, വ്യക്തമായിട്ട് പഠിച്ചോ, സംശയം വരാൻ പാടില്ല. ഈ ടോപ്പിക് അങ്ങ് ഫിനിഷ് ചെയ്തു പോവാണ്, ശ്രദ്ധിച്ചേ. സോളിസിറ്റർ ജനറൽ ആരാണെന്ന് നമുക്ക് നോക്കാം. അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായി ഒഫീഷ്യലായി സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന നിയമ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നതാണ് സോളിസിറ്റർ ജനറൽ. എന്താ പറഞ്ഞത്? അറ്റോർണി ജനറൽ എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമ ഉപദേശകനെ സഹായിക്കുന്ന, ഔദ്യോഗികമായി സഹായിക്കുന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ഇനി ഓർത്തു വെക്കേണ്ട കാര്യം, സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിങ്ങനെയാണ് ഇവരുള്ളത്. ഓക്കെ, അപ്പൊ അതായത് നിയമ ഉദ്യോഗസ്ഥരായിട്ടുള്ള അറ്റോർണി ജനറലിനെ സഹായിക്കുന്ന 2 ആളുകളാണ് സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറലും. ഇനി ശ്രദ്ധിച്ചേടാ, ഇത് ഭരണഘടനാപരമായ പദവികൾ അല്ല. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തെറ്റിക്കാൻ വേണ്ടി അവന്മാര് തരും, ഇങ്ങനെ ചോദിക്കും നമ്മുടെ PSC. സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും ഭരണഘടനാ പദവിയാണ്. പ്രസ്താവന തെറ്റല്ലേടാ. അതായത് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 ആണ്,
പക്ഷേ സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നുള്ളത് ഭരണഘടനാ പദവികൾ അല്ല. എവിടെയോ അത് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സഹായിക്കുന്നതിന് വേണ്ടി ഒഫീഷ്യലി നിയമസഹായം നൽകുന്ന നിയമ ഉദ്യോഗസ്ഥരാണ് സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നീ ആളുകൾ. ഇനി സോളിസിറ്റർ ജനറലിന്റെ കാലാവധി ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക. 3 വർഷ കാലാവധിയാണ്. എടാ നമ്മൾ പഠിച്ചു, അറ്റോർണി ജനറൽ എന്ന വ്യക്തിക്ക് കാലാവധി ഇല്ല. പ്രസിഡന്റ് ആണത് ഡിസൈഡ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ഇല്ല ആരുടെ കാര്യത്തില്? അറ്റോർണി ജനറലിന്. ഇനി ഇദ്ദേഹത്തെ സഹായിക്കുന്ന സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി ചോദിച്ചാൽ 3 വർഷ കാലാവധിയാണ് സോളിസിറ്റർ ജനറലിനുള്ളത്. ക്ലിയർ ആയിട്ട് പഠിക്കടാ. ഇനി ഈ സോളിസിറ്റർ ജനറലിന്റെ നിയമിക്കുന്ന കമ്മിറ്റിയാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഏതാണ് ആ കമ്മിറ്റി? സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്ന കമ്മിറ്റിയാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്ന കമ്മിറ്റി. ഇനി ശ്രദ്ധിച്ചേടാ, ഒരു GK ഫാക്ട് കൂടെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. ആദ്യ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് നോക്കാം. CK ഡഫ്താരി. നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചില്ലേടാ, MC സെതിൽവാദ് ഇന്ത്യയുടെ ആദ്യത്തെ ആരാ? AG ആണ്, അറ്റോർണി ജനറൽ ആണ് MC സെതിൽവാദ്. 1950 മുതൽ 63 വരെ ഇരുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ കാലം ഇരുന്നു. അതുപോലെ അന്ന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആയിരിക്കണം ആര്? നമ്മുടെ സോളിസിറ്റർ ജനറൽ ആയിരുന്ന CK ഡഫ്താരി. 50-63 കാലഘട്ടമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറലിന്റെ പേര് പഠിക്കുക, CK ഡഫ്താരി. 50-63 കാലഘട്ടമാണ്. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്, ശ്രദ്ധിച്ചേ. ഇനി ഇന്ത്യയുടെ നിലവിലെ പ്രസന്റ് കാര്യം, കറണ്ട് അഫെയർ ഫാക്ട്, അപ്പോയിന്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്തു പോവുക. ഇവിടുന്നായിരിക്കാം ചോദ്യം മേ ബി വരിക. അതായത് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. വാർത്തയിലൊക്കെ ഈ പേര് ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇനി അദ്ദേഹം 2018 ഒക്ടോബർ 10 മുതൽ ഈ പദവി വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചു കാലമായി, 18 മുതൽ ഇപ്പൊ 25 വരെ ഒരു കണ്ടിന്യൂസ് ടൈമിൽ അദ്ദേഹം ഇരിക്കുന്നു. ആ പോയിന്റ് ശ്രദ്ധിച്ചേടാ. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറലിന്റെ പേരാണ് തുഷാർ മേത്തയാണ്. 2018 ഒക്ടോബർ 10 മുതൽ ഈ പദവിയിൽ അദ്ദേഹം തുടരുന്നു. അപ്പൊ 2 കാര്യം മനസ്സിൽ ഉറപ്പിച്ച്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. 2022 സെപ്റ്റംബറിലാണ് അദ്ദേഹം വരുന്നത്. ഇനി നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത. 2018 മുതൽ ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുന്നു? തുടരുകയാണ്. ക്ലിയർ ആണ്, ശ്രദ്ധിച്ചോളുക, മുന്നോട്ട് പോകുന്നു. ഓക്കെ ഫൈൻ, ശ്രദ്ധിച്ചേടാ. അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ചു പഠിക്കുക. ആദ്യം പഠിച്ച ടോപ്പിക്ക് അറ്റോർണി ജനറൽ എന്ന ടോപ്പിക്കാണ്. വളരെ വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓടിച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്ന ടോപ്പിക്കിൽ അറ്റോർണി ജനറൽ എന്ന ടോപ്പിക്കാണ് പഠിച്ചത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുക. ആദ്യം തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ്, പരമോന്നത നിയമ ഉപദേശകനാണ്. മാത്രവുമല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന അനുച്ഛേദം 76 ആണ്. ക്ലിയർ ആണ്. ഇനി അദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആരുടെ നിർദ്ദേശപ്രകാരം? മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി മാത്രവുമല്ല യോഗ്യത നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ പൗരനായിരിക്കണം, സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കണം, അതല്ല എങ്കിൽ ഹൈക്കോടതിയിൽ 5 വർഷം ഒരു ജഡ്ജിയോ 10 വർഷം ഒരു വക്കീലായിട്ടോ സേവനം അനുഷ്ഠിച്ചിരിക്കണം. ഓർമ്മയുണ്ട്? ക്ലിയർ ആണ്. ഇനി ഒരു പോയിന്റ് പറഞ്ഞത്, പ്രസിഡന്റിന് തോന്നുകയാണ് അദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞനാണ് അല്ലെങ്കിൽ എമിനന്റ് ആയിട്ടുള്ള ജൂറിസ്റ്റ് ആണെന്ന് തോന്നിയാൽ അതും മതിയാവാം. ഇനി അടുത്ത പോയിന്റിലേക്ക് വാ, ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞു കാലാവധി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല.
അദ്ദേഹത്തിന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. മാത്രവുമല്ല പുറത്താക്കുന്നതിനുള്ള നടപടികൾ ക്രമങ്ങളെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. മറിച്ച് പ്രസിഡന്റിന്റെ ഇൻട്രസ്റ്റ് ഉള്ളിടത്തോളം കാലം, പ്രസിഡന്റിന്റെ ആ ഒരു താല്പര്യമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ആ പൊസിഷനിൽ തുടരാം. ഇനി അദ്ദേഹത്തിനെ പെട്ടെന്ന് പുറത്താക്കണമെങ്കിൽ അതിനും പ്രസിഡന്റിന് അധികാരമുണ്ട്. നിയമിച്ചത് പ്രസിഡന്റ് ആണ്, രാജിക്കത്ത് സ്വീകരിക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ്. ഇനി ഉത്തരവാദിത്തങ്ങളും കടമകളും പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കേന്ദ്ര സർക്കാരിന് നിയമപരമായിട്ട് എന്ത് കൊടുക്കുക? ഗവൺമെന്റിന് ഉപദേശം നൽകുക, പ്രസിഡന്റ് പറയുന്നത് പ്രകാരം. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് നിയമസ്വഭാവമുള്ള മറ്റു ചുമതലകൾ ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന മറ്റു ഡ്യൂട്ടികളും ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, പ്രസിഡന്റ് അറ്റോർണി ജനറൽ നൽകിയിട്ടുള്ള ചുമതലകൾ നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യുക? പ്രതിനിധാനം ചെയ്ത് പോവുക. രണ്ടാമത്തെ പോയിന്റിൽ 143 പ്രകാരം പ്രസിഡന്റ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശം ചോദിക്കുന്ന സാഹചര്യം വരുന്നു. അത്തരത്തിലുള്ള മെൻഷനിലും കേന്ദ്ര ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ അറ്റോർണി ജനറൽ ആണ്. ഇനി വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ എങ്ങോട്ടേക്ക് ഇറങ്ങി വരും? ഹൈക്കോടതികളിലേക്കും അറ്റോർണി ജനറൽ വരാറുണ്ട്. ഇനി ഏറ്റവും എടുത്തു പഠിച്ച പോയിന്റ് ആണ്, അദ്ദേഹത്തിന് പാർലമെന്റിന്റെ ഇരുസഭകളിലും എന്ത് ചെയ്യാം? പങ്കെടുക്കാം, അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്നാൽ എന്തില്ല? വോട്ടവകാശം അദ്ദേഹത്തിനില്ല. ആർക്കില്ല? അറ്റോർണി ജനറലിന് ഇല്ല. ഇനി മാത്രവുമല്ല, ആർട്ടിക്കിൾ 88 എന്താ പറഞ്ഞത്? മന്ത്രിമാർക്കും അറ്റോർണി ജനറലിനും പാർലമെന്റിൽ ലഭിക്കുന്ന എന്തിനെ പറ്റിയാ പറയുന്നത്? അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 88 മറിച്ച് 105 നമ്മൾ പറഞ്ഞത് പവേഴ്സ് ആൻഡ് പ്രിവിലേജസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 105. ഇനി എടുത്തു പഠിച്ചൊരു പോയിന്റ് ആണ് സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ്. ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്ത ആശയമാണ്. ആർട്ടിക്കിൾ 108 ആണ് ജോയിന്റ് സിറ്റിംഗ്. ഇനി ഏറ്റവും നല്ല പോയിന്റ്, സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും കഴിയുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അറ്റോർണി ജനറൽ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണത്. ശ്രദ്ധിച്ചേ. ഇനി മുന്നോട്ട് വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് പാർലമെന്റിൽ എന്തില്ല? വോട്ടവകാശം ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് ഈ പദവിയിൽ തുടർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിയമോപദേശം കൊടുക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല ഈ പോയിന്റും നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു പാർലമെന്റ് അംഗത്തിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആർക്ക് ലഭിക്കുന്നുണ്ട്? പ്രസ്താവന ശരിയാണ്, പ്രസ്താവന ശരിയാണ്. എന്താ പറയുന്നത്? ഒരു പാർലമെന്റ് അംഗം, ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അറ്റോർണി ജനറലിനും ലഭ്യമാണ്. പ്രസ്താവന ശരിയാണ്. ഇനി അദ്ദേഹത്തിന്റെ പരിമിതികളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പരിമിതിയായിട്ട് പറഞ്ഞത്, ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടുന്ന ഒരു വ്യക്തിയെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഒരു കോർപ്പറേഷന്റെയോ കമ്പനിയുടെയോ ഒന്നും ഡയറക്ടർ ആവാനും അദ്ദേഹത്തിന് സാധിക്കില്ല. എന്നാൽ അദ്ദേഹത്തെ ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല? ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതുമില്ല. ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് അദ്ദേഹത്തിനെ കണക്കാക്കുന്നതുമില്ല. എന്നാൽ ഈ ഒരു പോയിന്റ് ആലോചിച്ച് നോക്കിയടാ, മറ്റു പ്രൈവറ്റ് കേസുകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സ്വീകരിക്കാവുന്നതാണ്. പ്രൈവറ്റ് കേസുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അവകാശവുമുണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് വാ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലിന്റെ പേര് പഠിച്ചു, MC സെതിൽവാദ്. 50-63 കാലഘട്ടം, ഏറ്റവും കൂടുതൽ കാലം AG ആയിട്ടിരുന്ന വ്യക്തി MC സെതിൽവാദ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞു, ആദ്യ മലയാളി AG അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. 2017 കാലഘട്ടമാണ് വരുന്നത്. ഇനി അവസാനമായിട്ട് പറഞ്ഞത് 2 തവണ AG ആയ വ്യക്തിയാണ് സോളി സൊറാബ്ജി. ഇനി ഇന്ത്യയിലെ നിലവിലത്തെ ആളെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. R വെങ്കിട്ടരമണി നിലവിലെ AG ആണ്. 2022 സെപ്റ്റംബറിൽ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തു. ഇനി സോളിസിറ്റർ ജനറൽ എന്നൊരു പൊസിഷനെ പറ്റി പറഞ്ഞു. സോളിസിറ്റർ ജനറൽ എന്ന പൊസിഷനെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു, അതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല, മറിച്ച് AGയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അറ്റോർണി ജനറലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ. ഇവരെ നിയമിക്കുന്നത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓൺ ക്യാബിനറ്റ് ആണ്. കാലാവധി 3 വർഷ കാലാവധിയാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറലെ ചോദിച്ചാൽ CK ഡഫ്താരി. CK ഡഫ്താരി 50-63 കാലഘട്ടമാണ്. ഇനി നിലവിൽ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ പേര് നമ്മൾ പഠിച്ചു, തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് നിലവിൽ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. അദ്ദേഹം 2018 ഒക്ടോബർ 10 മുതൽ ഈ ഒരു സ്ഥാനത്ത് തുടരുകയാണ്. ഇനി ക്ലിയർ ആണ്, വ്യക്തമാണ്, തെറ്റിക്കരുത്. ഇവിടുന്ന് ഇനി ഒരു ചോദ്യം വന്നാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് 1 വേർഡ് ആവട്ടെ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ ഉത്തരം എഴുതാൻ സാധിക്കണം. ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ,
അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് പറയാൻ പോവാണേ. അഡ്വക്കേറ്റ് ജനറൽ നോക്കിക്കേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമ ഉപദേശകൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശകൻ അറ്റോർണി ജനറൽ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയമോപദേശകന്റെ പേര് അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. ശ്രദ്ധിച്ചേ. ഇനി അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള പദവി അഡ്വക്കേറ്റ് ജനറൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 165. 165 അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ ഈ പോയിന്റ് ഒന്നിച്ചെഴുതി ഒരു ബോക്സിലിട്ട് പഠിച്ചേടാ. 76 അറ്റോർണി ജനറൽ ആണ്. AG ആണല്ലേ, അറ്റോർണി ജനറൽ ആണ്. ഇനി 165 അഡ്വക്കേറ്റ് ജനറൽ. രണ്ടും കൃത്യമായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണേ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശകൻ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ അഡ്വക്കേറ്റ് ജനറൽ ആണ് ആർട്ടിക്കിൾ 165. ക്ലിയർ ആണേ. ശ്രദ്ധിച്ചേ, തെറ്റിക്കരുത്. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യടാ. ഓക്കെ, ഫൈൻ. ഇനി നിയമനവും കാലാവധിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളുടെ അല്ലേ. അപ്പൊ നിയമിക്കുന്നത് ഗവർണർ ആണ്. തെറ്റിപ്പോകരുത്. സംസ്ഥാനങ്ങളുടെ നിയമോപദേശകനായ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാ. സംസ്ഥാനത്തിന്റെ ഗവർണറാ. നിലവില് കേരളത്തിന് പുതിയ ഗവർണർ അല്ലേ. ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു കറണ്ട് അഫയർ ചോദ്യം അത് തന്നെയാണ്. കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ. ഇനി അപ്പോ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ഗവർണർ ആണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. മാത്രവുമല്ല അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കുന്ന നടപടിക്രമത്തെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തില്ല? പ്രതിപാദിക്കുന്നില്ല. അപ്പൊ 2 പോയിന്റും ശ്രദ്ധിച്ചോണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയിൽ അദ്ദേഹത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാലാവധിയോ അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടിക്രമത്തെയോ പറ്റി പരാമർശമില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ശ്രദ്ധിച്ചേ. അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനായ ആർട്ടിക്കിൾ 165 പ്രകാരം ഗവർണർ മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന കാലാവധിയും അദ്ദേഹത്തിന്റെ പുറത്താക്കൽ നടപടികളും കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യാത്ത അഡ്വക്കേറ്റ് ജനറൽ ആവുന്നതിനുള്ള യോഗ്യത. 1ാമത്തെ പോയിന്റിലേക്ക് വാ. ഒരു ഹൈക്കോടതി ജഡ്ജി. അപ്പോ നേരത്തെ പറഞ്ഞപ്പോ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞു. ഇത് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ ചിന്തിക്കുക? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത. മാത്രവുമല്ല ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. കോമൺ പോയിന്റ് ആണ്. ഇന്ത്യൻ പൗരനായ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആവുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു പോയിന്റ്, 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാര്യം കുറച്ചുകൂടി മാറുകയാണ്. 1ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ പൗരനായിരിക്കണം. 2ാമത്തെ പോയിന്റ് പറയുന്നു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത വേണം. 3ാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് 10 വർഷത്തിലധികം എന്ത് ചെയ്തിരിക്കണം? ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. ലാസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഹൈക്കോടതികളിൽ തന്നെ 10 വർഷം അഭിഭാഷകനായുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാകണം. അപ്പൊ ഇവിടെ രണ്ടും 10 വർഷം തന്നെ പറയുന്നത്. ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആവുക, ഇന്ത്യൻ പൗരനാവുക, മാത്രവുമല്ല ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുക? ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ച് 10 വർഷത്തെ പരിചയം. ഇനി അതുമല്ല എങ്കിൽ ഹൈക്കോടതിയിൽ ഒരു വക്കീലായി പ്രവർത്തിച്ചതിന്റെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അഡ്വക്കേറ്റ് ജനറൽ ആവുന്നതിനുള്ള യോഗ്യത. ശ്രദ്ധിച്ചേ. അവസാനിക്കുകയാണ്. ലാസ്റ്റ് പോയിന്റുകളിലേക്ക് എത്തുന്നു. ഗവർണറുടെ അനുവാദ പ്രകാരം അദ്ദേഹത്തിന് പ്രസ്തുത സ്ഥാനത്ത് തുടരാവുന്നതാണ്. ക്ലിയർ അല്ലേ?
വ്യക്തമല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിൽ കാലാവധി മെൻഷൻ ചെയ്യുന്നില്ല, പുറത്താക്കുന്നതിനെ പറ്റിയുള്ള നടപടികൾ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇഷ്ടമനുസരിച്ച്, ഗവർണറുടെ അനുവാദ പ്രകാരം അഡ്വക്കേറ്റ് ജനറലിന് ആ പൊസിഷനിൽ തുടരാൻ സാധിക്കുന്നു. ഇനി അഡ്വക്കേറ്റ് ജനറൽ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. ഓക്കെ, എടാ സിമ്പിൾ കാര്യമാണ്. അഡ്വക്കേറ്റ് ജനറൽ ആവുമ്പോൾ ഗവർണറെ കണക്ട് ചെയ്യുക, അറ്റോർണി ജനറൽ ആണെങ്കിൽ പ്രസിഡന്റിനെ കണക്ട് ചെയ്യുക. കാര്യം ക്ലിയർ ആണ്. നിയമിച്ചത് ഇവിടെ ഗവർണറാണ്. ഇനി അത് മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി പുറത്താക്കുന്നതിനുള്ള അവകാശം ഗവർണർക്കാണ്. മാത്രവുമല്ല രാജിക്കത്ത് നൽകേണ്ടതും ഗവർണർക്കാണ്. അഡ്വക്കേറ്റ് ജനറലിനെ ശമ്പളം കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായി പ്രതിപാദിക്കുന്നില്ല, ഭരണഘടനയിൽ പരാമർശമില്ല. കാലാകാലങ്ങളിൽ ഗവർണറാണ് ശമ്പളം തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കുക. നിയമിക്കുന്നത്, പുറത്താക്കുന്നത്, രാജി സ്വീകരിക്കുന്നത്, ശമ്പളം ആനുകൂല്യങ്ങൾ നിർദ്ദേശിക്കുന്നത്, നൽകുന്നത് ആരാണ്? ഗവർണർ ആണ്. ആരുടെ? അഡ്വക്കേറ്റ് ജനറലിൻ്റെതാണ്. ഇനി ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായി സംസ്ഥാനത്തെ ഏത് കോടതിയിലും, ഈ പോയിന്റ് ശ്രദ്ധിച്ചേടാ, നമ്മൾ അറ്റോർണി ജനറൽ പഠിച്ചപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യമായാൽ ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഇനി അഡ്വക്കേറ്റ് ജനറൽ ആവുമ്പോൾ എന്താ പ്രത്യേകത? ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാവാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയുണ്ട്. അപ്പൊ സംസ്ഥാനം എന്നുള്ള കൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി. അഡ്വക്കേറ്റ് ജനറലിന് ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാൻ, ഔദ്യോഗിക ജോലികൾക്കായിട്ട് സംസ്ഥാനത്തിനകത്തുള്ള ഏത് കോടതിയിലും എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാവുന്നതാണ്. അതിനുള്ള അർഹത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രവുമല്ല സംസ്ഥാന നിയമസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന നിയമസഭ മനസ്സിലേക്ക് വരണം. എടാ, സംസ്ഥാന നിയമസഭയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തന്റെ അഭിപ്രായം രേഖപ്പെടുത്താം, അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കോമൺ പോയിന്റ് ആണ്, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചേ. അപ്പൊ സംസ്ഥാന നിയമസഭയിൽ പങ്കെടുക്കുവാനും അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അധികാരം അഡ്വക്കേറ്റ് ജനറലിനുണ്ട്. മാത്രവുമല്ല നിയമസഭയിൽ എന്തില്ല? വോട്ടവകാശം ആർക്കില്ല? അഡ്വക്കേറ്റ് ജനറലിന് ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാവുന്ന ഫാക്ട്. ഇനി അഡ്വക്കേറ്റ് ജനറൽ ഇരുന്ന സംസ്ഥാന സർക്കാരിനെതിരായി നിയമോപദേശം നൽകുവാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ലീഗൽ അഡ്വൈസ്, നിയമോപദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് അധികാരം ഇല്ല. സിമ്പിൾ കാര്യമാണ്. ഇനി നല്ലൊരു പോയിന്റ്, സംസ്ഥാന നിയമസഭയിലെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു അംഗത്തിന് ലഭിക്കുന്ന, അതായത് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരളത്തിൽ എത്ര പേര്? 140 MLA-മാരാണ് കേരളത്തിലുള്ളത്. ഓക്കെ, അപ്പോ ഈ കേരളത്തിലെ 140 MLA-മാർക്കും അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ലഭിക്കുന്ന, ഒരു MLA-ക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും ആർക്ക് ലഭിക്കുന്നു? അഡ്വക്കേറ്റ് ജനറലിന് ലഭിക്കുന്നു. ക്ലിയർ ആണോടാ? ഓക്കെ, വെരി ഗുഡ്, സെറ്റ് ആണ്. മുന്നോട്ട് വന്നേ, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അദ്ദേഹത്തിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വക്കേറ്റ് ജനറലിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുമ്പോൾ, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുന്നു. ക്ലിയർ ആണ്. അപ്പോ അഡ്വക്കേറ്റ് ജനറല് നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിനെ അഡ്വൈസ് നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന നിയമപരമായ മറ്റു ചുമതലകളും നിർവഹിക്കുന്നു. 2 പോയിന്റ് പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നു. ഈ രണ്ടാമത്തെ പോയിന്റ് ആണ്, മറ്റു നിയമവിഷയങ്ങളിലും ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമോ പറയുന്ന ആ ജോലികൾ കൂടി, ചുമതലകൾ കൂടി, ഫങ്ഷൻസ് കൂടി ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇനി അവസാനത്തെ പോയിന്റിലേക്ക് വാ. ശ്രദ്ധിച്ചേ, കോൺസെൻട്രേറ്റ് ചെയ്തേടാ. സഭകളെ കുറിച്ചും മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 177. എടാ തെറ്റിപ്പോകല്ലേ, കൃത്യമായിട്ട് പഠിക്കുക. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് ജനറൽ 165 സംസ്ഥാനങ്ങളുടെ നിയമോപദേശകൻ. ഇനി അദ്ദേഹത്തിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാം, അഭിപ്രായം രേഖപ്പെടുത്താം. വോട്ടവകാശം ഇല്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു നിയമസാമാജികന് ലഭിക്കുന്ന അതേ അവകാശങ്ങളും ഇളവുകളും ലഭ്യമാണ്. അപ്പോൾ മന്ത്രിമാർക്കും അതുപോലെ അഡ്വക്കേറ്റ് ജനറലിന് ലഭിക്കുന്ന അവകാശങ്ങളും
അതുപോലെ ഇളവുകളും പറയുന്ന ആർട്ടിക്കിൾ 177 ആണ്. തെറ്റിപ്പോരുത്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. ഇനി കേരള സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ KV സൂര്യനാരായണ അയ്യർ. ഓക്കെ, 1957 കാലഘട്ടമാണ് കേരളം രൂപീകരിച്ച് തൊട്ടടുത്ത വർഷമാണ്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത് ബേസിക് ഫാക്റ്റ് ആണ്, തെറ്റിക്കരുത്, മനസ്സിൽ ഉറപ്പിക്കുക, മനസ്സിൽ കോറിയിട്ടേടാ. കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ പേര് KV സൂര്യനാരായണ അയ്യർ. KV സൂര്യനാരായണ അയ്യർ. ഓക്കെ, KV സൂര്യനാരായണ അയ്യർ ആണ് കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കറണ്ട് അഫയർ ഫാക്റ്റ് ആണ്, എക്സാമിന് ചോദിക്കും. നിലവിലെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ കുറുപ്പാണ്. എടാ കൃത്യമായിട്ട് ആ പോയിന്റ് ഫോക്കസ് ചെയ്യും. അഡ്വക്കേറ്റ് ജനറൽ, നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലിന്റെ പേരെന്താണ്? ഗോപാലകൃഷ്ണ കുറുപ്പ്. അപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ എന്ന ടോപ്പിക്കാണ്. ഒറ്റ വാക്കിൽ പഠിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ, ലീഗൽ അഡ്വൈസർ ആണ് അഡ്വക്കേറ്റ് ജനറൽ. ഭരണഘടനാ അനുച്ഛേദം 165 എന്ന് പറഞ്ഞു. മാത്രവുമല്ല, യോഗ്യത പഠിച്ച ഓർമ്മയുണ്ടോടാ? ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആവണം. ഇനി അത് അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ എവിടെയെങ്കിലും 10 വർഷം ഒരു ജുഡീഷ്യൽ ബോഡിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം വേണം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി അതുമല്ല എങ്കിൽ ഹൈക്കോടതിയിൽ എന്തായിരിക്കണം? 10 വർഷം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ജോലി ചെയ്തതിനുള്ള അധികാരം ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, നമ്മൾ പറഞ്ഞു നിയമിച്ചത് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ. പുറത്താക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. ശമ്പളം ആനുകൂല്യം ഗവർണറാണ്. രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഗവർണറാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ പുറത്താക്കലിനെ പറ്റിയോ കാലാവധിയെ പറ്റിയോ ശമ്പളത്തെ പറ്റിയോ പരാമർശം ഇല്ല എന്ന് തന്നെ ഓർത്തു വെച്ചേക്കുക. ഇനി പ്രധാനമായും സംസ്ഥാന ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെയും ഹൈക്കോടതി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തുമുള്ള മുഴുവൻ കോടതിയിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, എടുത്തു പഠിച്ച പോയിന്റ് ആണ്, സംസ്ഥാന നിയമസഭകളിൽ അപ്പിയർ ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനും അധികാരമുണ്ട്. പക്ഷേ വോട്ടവകാശം ഇല്ല. ആ പോയിന്റ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഒരു നിയമസഭാ അംഗത്തിന് ലഭിക്കുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഇളവുകളും ലഭ്യമാണ്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ 165 ആണ്. ഇനി അദ്ദേഹത്തിന് മന്ത്രിമാർക്കും അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളെ പറ്റി പറയുന്നത് 177 ആണ്. ഇനി അറ്റോർണി ജനറൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 76 ആണ് അറ്റോർണി ജനറൽ. ഇനി അധികാരങ്ങളും ഇതും ലഭിക്കുന്നത് 88 ആണ്. ഇത് തമ്മിൽ മാറിപ്പോരുത്, എഴുതി തന്നെ വെക്കണം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി പ്രധാനമായിട്ടും നിയമോപദേശം നൽകുന്നു, മറ്റു നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു. കോൺസ്റ്റിറ്റ്യൂഷനോ നിയമമോ പറയുന്ന ബാക്കി കാര്യങ്ങളിലും അപ്പിയർ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് പറഞ്ഞ 2 ബേസിക് ഫാക്റ്റുകൾ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ പേര് KV സൂര്യനാരായണ അയ്യർ എന്നാണ്. 57 കാലഘട്ടം. നിലവിലത്തെ ഫാക്ട് ബേസിക് ആണ്, കറണ്ട് അഫയർ ആണ്, തെറ്റിക്കരുത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വ്യക്തമായിട്ട് പഠിക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നതിൽ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, അതുപോലെ ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് റെഫർ ചെയ്യുക. മാക്സിമം ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.